ഭക്ഷ്യവകുപ്പ് മന്ത്രി ഇന്നലെ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയവേ പറവൂരിലെ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ സർക്കാരിനെ പ്രകീർത്തിച്ചു എന്നൊരു പരാമർശിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ പറയാത്ത കാരണം കൊണ്ട് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് മന്ത്രി പച്ചക്കള്ളമാണ് പറയുന്നത്, ഞാൻ അവിടെ ഒരു യോഗം ഉണ്ടായിട്ടില്ല, അവിടെ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അവിടെ ഒരു വൈകിയാണ് ഞാൻ ചെന്നത്. അപ്പോൾ അവിടെ യോഗം ക്യാൻസൽ ചെയ്യാൻ ഞാൻ പറഞ്ഞു, കാരണം സമയം വൈകിയതുകൊണ്ട്. എങ്കിലും ഞാൻ പോരാൻ നേരത്ത് അവരെന്നോട് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് പറഞ്ഞു. യോഗമില്ലാതെ ഞാൻ 1 മിനിറ്റ് സംസാരിച്ചത് ശരിയാണ്, അത് എൻ്റെ ഓർമ്മപ്പിച്ചാണ്. ഞാൻ സംസാരിച്ചു, പക്ഷെ സംസാരിച്ച ഒരിടത്തും ഞാൻ സർക്കാരിനെ പ്രകീർത്തിച്ച് പറഞ്ഞിട്ടില്ല. സപ്ലൈകോയുടെ പ്രസക്തിയെക്കുറിച്ചാണ് പറഞ്ഞത്. സാർ, ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ മന്ത്രി പച്ചക്കള്ളം പറയുകയാണെന്ന് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് പ്രകോപനം കൊണ്ട് പറഞ്ഞതാണ്. കാരണം ഞാൻ പറയാത്തൊരു കാര്യം മന്ത്രി പറഞ്ഞു. ഞാൻ അങ്ങനെ പറയാൻ അപ്പോൾ തന്നെ ഞാൻ ഇരുന്നപ്പോൾ തന്നെ സഭയിലെ മുതിർന്ന അംഗമായ ശ്രീ മാത്യു ടി തോമസ് എൻ്റെ അടുത്ത് വന്ന് ആ വാക്ക് അൺപാർലമെൻ്ററിയാണ്, അത് വാസ്തവ വിരുദ്ധം എന്നേ പറയാൻ പാടുള്ളൂ, തെറ്റാണെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്ക് അപ്പോൾ തന്നെ വിലക്കെടുത്ത് ഞാൻ സ്പീക്കർക്ക് നിന്ന് ഞാൻ എഴുതി തന്നിട്ടുണ്ട്. എന്നെ പോലെ ഒരാൾ ഞാൻ സാർ 24 വർഷം കഴിഞ്ഞ് സഭയിൽ എൻ്റെ ഒരു വാക്കും ഇതുവരെ സഭാരേഖകളിൽ നിന്ന് ഒരു സ്പീക്കർ നീക്കം ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു വാക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് ആ വിഷമം തോന്നുന്ന രീതിയിൽ കിടക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്, പറഞ്ഞത് നീക്കം ചെയ്യണം, ഞാനത് പിൻവലിക്കുന്നു, ബഹുമാനപ്പെട്ട സ്പീക്കർ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോടും സഭയോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ അങ്ങനെ പറയാൻ പാടില്ല, എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റാണുണ്ടായത്. ഇത്തരം അനുകരണീയ മാതൃക എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ്. കാരണം ഈ സഡൻ പ്രൊവക്കേഷനിൽ എന്തെങ്കിലും വരുമ്പം ചില വാക്കുകൾ വഴിവിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് തിരുത്തുന്നത് അതൊരു പരാജയമായി കണ്ട് നമ്മളെല്ലാവരും ഒരു പാർലമെന്ററി ഡെമോക്രസിയുടെ ഏറ്റവും ഉയർന്ന രൂപമായി കരുതിയാൽ മതി. ഓർഡർ